إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ത്വാഹ 124 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. വമൻ അറദ അൻ ദിക്രി, എന്റെ ഉദ്ബോധനത്തെ പറ്റി ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ, അല്ലാഹുവിന്റെ സതുപദേശങ്ങളെ അല്ലാഹുവിന്റെ ആയത്തുകളെ തൊട്ടാരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ, ഫഇന്ന ലഹു, അപ്പോൾ നിശ്ചയമായും അവനുണ്ട്, മഈശത്തൻ, ഒരു ജീവിതമുണ്ട്, ഇടുങ്ങിയതായ അല്ലെങ്കിൽ കുടുസായ ജീവിതമുണ്ട്, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി, അവനെ ഖിയാമത്ത് നാളിൽ നാം ഒരുമിച്ചു കൂട്ടും, അന്ധനായി ഒരുമിച്ചു കൂട്ടും. എന്താണ് ഈ പറഞ്ഞതിന്റെ വിശദീകരണം? അവന് ഈ ഐഹികമായ ജീവിതത്തിൽ അല്ലാഹുവിന്റെ എന്ത് സുഖസൗകര്യങ്ങൾ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അതിലൊരു സംതൃപ്തി അവനുണ്ടാകില്ല. എപ്പോഴും അവൻ അത്യാഗ്രഹം മൂലം അസ്വസ്ഥനായിരിക്കും. അതുപോലെ തിരിച്ചല്ലാഹുവിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ അവനെ ബാധിക്കുകയാണെങ്കിൽ അത് ക്ഷമ കൊണ്ട് നേരിടാനുള്ള ഒരു മാനസിക കരുത്തവനുണ്ടാകില്ല. ചുരുക്കി പറഞ്ഞാൽ തികച്ചും സംഘർഷഭരിതമായ ഒരു ജീവിതമായിരിക്കും അവനുണ്ടാകുന്നത്. അത്രയും ആ വിഷമത്തോടുകൂടിയുള്ള സംഘർഷഭരിതമായ ജീവിതം നയിക്കുന്നതിനെ കുറിച്ചാണല്ലോ ഈ പറയുന്നത്. ഒരു കുടുസായ ഇടുങ്ങിയ ജീവിതമായിരിക്കും അവന് ഈ ദുനിയാവിൽ. അത് മാത്രമല്ല, വനഹ്ശുറു യൗമൽ ഖിയാമത്തി അഅ്മാ, ഖിയാമത്ത് നാളിൽ അവനെ അന്ധനായി ഒരുമിച്ചു കൂട്ടും. എന്താണ് അതിന് കാരണം? ശേഷമുള്ള ആയത്ത് നോക്കൂ. ഖാല, അവൻ പറയും, റബ്ബി ലിമ ഹശർതനി, നീ എന്തിനാണ് എന്നെ ഒരുമിച്ചു കൂട്ടിയത്? അഅ്മാ, അന്ധനായി ഒരുമിച്ചു കൂട്ടിയത് എന്തിനാണ്? വഖദ് കുന്തു ബസീറ, എനിക്ക് ഐഹിക ദുനിയാവിൽ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നുവല്ലോ എന്നവൻ പറയും. അതിന് മറുപടിയായി അല്ലാഹ് പറയുകയാണ്, ഖാല കദാലിക അതത്ക ആയാതുന, നിനക്ക് അപ്രകാരമാണ് നമ്മുടെ ആയത്തുകൾ വന്നു, ഫനസീതഹാ, നീ അതിനെ വിസ്മരിച്ചു കളഞ്ഞു. കദാലികൽ യൗമ തുൻസ, അപ്രകാരം നിന്നെയും ഈ ദിവസം നീ വിസ്മരിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതാണ് അന്ധനാകാനുള്ള കാരണം. കദാലിക, അപ്രകാരമാണ്, നജ്സി, നാം പ്രതിഫലം നൽകുന്നത്, മൻ അസ്റഫ, അതിരു കവിഞ്ഞവന്, വലം യുമിൻ ബിആയാതി റബ്ബി, അവന്റെ റബ്ബിന്റെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കാത്തവനും, വല അദാബുൽ ആഖിറത്തി, പരലോകത്തുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ അശദ്ദു, അതികഠിനമായതാണ്, വ അബ്ഖ, അത് എന്നെന്നും നിലനിൽക്കുന്നതുമാണ്, അത് നിലനിൽക്കുന്നതുമാകുന്നു. ഇത്രയുമാണിതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ തന്നെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.